നിമിഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളൊന്ന് ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച്, രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വയ്ക്കുക. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും നിങ്ങളെവിടെയാണെങ്കിലും രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വയ്ക്കുക. കണ്ണുകളടച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് നിൻ്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ വിശ്വസിക്കണം. എൻ്റെ ആത്മീയ തകർച്ചകളിലേക്ക് കർത്താവിൻ്റെ ശക്തി പ്രവേശിക്കാൻ പോവാണ്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് കാലാകാലങ്ങളായി എന്നെ പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിയണം. കർത്താവെ, പാരമ്പര്യമായിട്ട് എൻ്റെ ശരീരത്തിലുള്ള രോഗപീഠകൾ അഴിയണം. ഈശോയെ, എൻ്റെ തലയ്ക്കകത്ത് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ എതിർ ചിന്തകളും മാറണം. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നൊരു സമയമാണ്. ദൈവം ഇടപെടുന്ന സമയമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ചു കൊള്ളുക, ഇതെൻ്റെ ജീവിതത്തിലെ രക്ഷയുടെ വിടുതലിൻ്റെ സമയമാണ്. കർത്താവ് എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക രോഗപീഠകൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റാത്ത വണ്ണം ഏതെങ്കിലും ശാരീരിക രോഗപീഠകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കുക. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിലേക്ക് വലിയൊരു സൗഖ്യം വെളിപ്പെടട്ടെ. ഈശോയെ, ഞങ്ങൾ ഇതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരെ, നിങ്ങളെവിടെയാണെങ്കിലും കിടപ്പ് രോഗികളായിരിക്കും, തൊട്ടടുത്ത് ശുശ്രൂഷിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ ആ കിടപ്പ് രോഗിയുടെ ശിരസിലേക്ക് വലതുകരം വെച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. ഏതെങ്കിലും മാനസിക ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് രണ്ട് കരങ്ങൾ ശിരസിലേക്ക് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യപ്പെടുന്ന സമയമാണ്. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്ന, അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇപ്പോൾ ഈ പോട്ടാശ്രമാലയം ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുന്ന ഒരു ആലയമാണ്. എൻ്റെ സഹോദരങ്ങളെ, നീ വിശ്വസിക്കൂ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ എൻ്റെ മേൽ ശക്തി പുറപ്പെടുന്നൊരു സമയമാണ്. എൻ്റെ ശരീരത്തിലുള്ള കെട്ടുകൾ അഴിക്കുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും പാപമേഖലമുണ്ട്, ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ കർത്താവ് ഈ സമയത്ത് അത് അഴിക്കട്ടെ. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി എൻ്റെ ശരീരത്തിലേക്ക് വെളിപ്പെടണം, ശരീരത്തിലേക്ക് വെളിപ്പെടണം. വചന ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ രോഗങ്ങളും, രോഗപീഠകളും, അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളും യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ ഈ നിമിഷം വിട്ടുമാറപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, ഈ ശബ്ദവലയത്തിനുള്ളിലുള്ള ഓരോരുത്തരും, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തും ആയിക്കൊള്ളട്ടെ, രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു നാമത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കും. നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല വരെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി പ്രവർത്തിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു അത്ഭുത പ്രവൃത്തിയാണ്. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ ഇതൊരു അത്ഭുത പ്രവൃത്തിയാണ്. യേശുവിന്റെ നാമത്തിന്റെ ചിറകിന്റെ കീഴില് സൗഖ്യമുണ്ട്. അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും സൗഖ്യം പ്രാപിക്കും, രക്ഷ പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും. നീ ഇത് വിശ്വസിക്കൂ, നിന്റെ ഉള്ളിലേക്ക് നീ സ്വീകരിക്കൂ. ഇതെന്റെ വിടുതലിന്റെ സൗഖ്യത്തിന്റെ സമയമാണ്. ഇതെന്റെ ജീവിതത്തിലെ രക്ഷയുടെ സമയമാണ്. നാളെയല്ല, മറ്റന്നാളല്ല, ഇപ്പോ ഈ സമയം കർത്താവേ, ഇതെന്റെ മേലുള്ള സൗഖ്യത്തിന്റെ സമയമാണ്. കർത്താവ്, ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് നന്നായിട്ട് സ്തുതിച്ച പോരാ നന്നായിട്ട് സ്തുതിച്ച് യേശുവേന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. നിന്റെ ദൈവിക ശക്തി ഇതാ നിന്റെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കട്ടെ. ഈ അന്തരീക്ഷത്തിൽ ദൈവിക ശക്തി നിന്റെ മുന്നിലേക്ക് പ്രവർത്തിക്കട്ടെ. ആരാധന 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 ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. യേശുവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഒരു കാരണവശാലും ഒരു തിന്മയും എന്നെ തൊടാൻ അനുവാദമില്ല. ഒരു കാരണവശാലും ഒരു തിന്മയും എന്റെ മേൽ തൊടാൻ അനുവാദമില്ല. ഓ കർത്താവേ, എന്നെ പീഡിപ്പിക്കുന്ന നാരകീയ ശക്തികള്, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, എന്നെ ശല്യപ്പെടുത്തുന്ന തിന്മയുടെ മേഖലകള്, പ്രലോഭനത്തിന്റെ മേഖലകള് യേശുവിന്റെ അത്ഭുത ശക്തിയുടെ നാമത്തില്, തിരുരക്തത്തിന്റെ ശക്തിയാല്, തിരുക്കുരിശിന്റെ ശക്തിയാല് കെട്ടഴിഞ്ഞു പോകാൻ കരങ്ങൾ ഉയർത്തി പോരാ.
നാവ് തുറന്ന് പോരാ, സ്വരം പോരാ, ഹൃദയം തുറന്ന് എല്ലാ തിന്മകളെ എതിർത്ത് തോൽപ്പിക്കുന്ന സമയം. നമ്മളിതാ തിന്മയുടെ മേലൊരു അധികാരം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ വേണ്ടി എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് 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 പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവനൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, വഴിതെറ്റിക്കാതിരിക്കട്ടെ, വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. ഇപ്പോൾ ഈ ശബ്ദവലയത്തിനുള്ളിലുള്ള ഓരോരുത്തരിലേക്കും അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഉണ്ടാവട്ടെ. കർത്താവിന്റെ ആത്മാ വെളിപ്പെടട്ടെ. ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ